പത്തനംതിട്ട വകയാറിൽ ഭാര്യയോടുള്ള സംശയത്തെ തുടർന്ന് ഭർത്താവ് വീടിന് തീയിട്ടു. വകയാർ കൊല്ലമ്പടി സ്വദേശി സിജുവാണ് പുലർച്ചെ 1 മണിയോടെ വീടിന് തീയിട്ടത്. പൊള്ളലേറ്റ ഭാര്യ രജനിയും ഇളയ മകനും പത്തനംതിട്ട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തിൽ രജനിക്ക് 40% പൊള്ളലേറ്റിട്ടുണ്ട്. തീ കൊളുത്തിയ ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിടികൂടി. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നു. ശശിനാരായണൻ, ഇവിടെ ഈ വീട്ടിൽ ഭാര്യയും മകനും ഉറങ്ങിക്കിടക്കുമ്പോഴാണോ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഈ രീതിയിലുള്ളൊരു ക്രൂരത ഉണ്ടായി? ഇത് ഇരുവരെയും കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നോ വീടിന് തീയിട്ടത്? ടോം, തീർച്ചയായിട്ടും ഈ ഭാര്യയും മക്കളും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് രാത്രി 12 മണിയോട് കൂടിയാണ് ഈ സിജു പ്രസാദ് എന്ന് പറയുന്ന പ്രതി പെട്രോള് കയ്യിൽ കരുതി 5 ലിറ്റർ കന്നാസിന്റെ പെട്രോൾ വെച്ച് വീടിന്റെ പുറത്താണ് ഇയാൾ ഉണ്ടായിരുന്നത് രാത്രി. അതിനുശേഷമാണ് പെട്രോൾ ഒഴിച്ചതിന് ശേഷം തീ കത്തിക്കുകയായിരുന്നു. എന്തായാലും ഓടിക്കൂടിയ നാട്ടുകാർ, നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് ഇവരെ കതവ് പൊട്ടിയിരുന്നാൽ പിന്നെ പൊളിച്ചാണ് കതവ് പൊളിച്ച് അകത്ത് കയറിയ ശേഷമാണ് ഈ ഭാര്യ രജനി, മക്കളായ പ്രണവ്, പ്രവീണ എന്നിവരെ പുറത്തു കൊണ്ടുവന്നത്. എന്തായാലും ഇവർക്ക് 40% പൊള്ളലേറ്റുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതിന് സംഭവത്തിന് ശേഷം ഈ പ്രതിയായ സിജു അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. തുടർന്ന് പിന്നെ പോലീസ് രാത്രി തന്നെ പ്രതിയെ പിടികൂടുകയും ചെയ്തു. എന്തായാലും ഭാര്യയിലുള്ള സംശയം കൊണ്ടാണ് ഇത്തരത്തിലൊരു അവരെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ചെയ്തത്. എന്തായാലും പോലീസ് കൃത്യമായി പ്രതിയെ രാത്രിയാണ് കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാര്യയ്ക്കും 2 മക്കൾക്കും ഒരു 40% പൊള്ളലേറ്റെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്ന. 2 പേരെയും താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ആളുകൾ ഒരുപക്ഷെ കണ്ടില്ലായിരുന്നെങ്കിൽ ഈ കുടുംബത്തോട് തന്നെ അവരെ ഈ വീട് കത്തിച്ച് കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് പ്രതിക്കുണ്ടായിരുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുക. 2 പേരും നേരത്തെ വിവാഹം കഴിച്ചവരാണെന്നുള്ള അറിയുന്നത്. അതിനുശേഷം രണ്ടാമതാണ് 2 പേരും പിന്നെ രണ്ടാമതുള്ള വിവാഹമാണ് ഇവരുടെ. അത്തരത്തിൽ ഭാര്യയിലുള്ള സംശയം കൊണ്ടാണ് ഇത്ര ഒരു കൊലപാതകത്തിന് ഇയാൾ ശ്രമിച്ചതെന്നാണ് ഈ അടുത്തുള്ള അയൽവാസികളും ഒപ്പം ഈ ചോദ്യം ചെയ്യലിലും പ്രതിയായ സിജുവും വ്യക്തമാക്കിയിട്ടുള്ളത്. ശശിനാരായണൻ, ഇവിടെ ഒരു കൂട്ടക്കുരുതിയായിരുന്നു പ്രതി ലക്ഷ്യമിട്ടതെന്ന് നാട്ടുകാരുൾപ്പെടെ പറയുന്നുണ്ട്. പോലീസും അങ്ങനെ സംശയിക്കുന്നുണ്ട്. ഇതിനു മുൻപ് എപ്പോഴെങ്കിലും ഇങ്ങനെ ഇവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? കാരണം ഭാര്യയോടുള്ള ഒരു സംശയമാണെങ്കിൽ എന്തിനാണ് മക്കളെയും അപായപ്പെടുത്താൻ ശ്രമിച്ചത്? ടോം, തീർച്ചയായിട്ടും നേരത്തെയും സമാനമായ രീതിയിൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഇവർ തമ്മിൽ നിരന്തരം മദ്യപിച്ചു എന്ന് വഴക്കുണ്ടാകുന്ന ഒരു സ്വഭാവം ഈ സിജിനുണ്ടായിരുന്നു. അത് അയൽവക്കക്കാരും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ അത്തരത്തിലാണ് എന്തായാലും ഈ ഭാര്യയും മക്കളെയും ഒന്നിച്ച് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഈ പ്രതിക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് രാത്രി 12 മണിക്ക് വരെ വീടിന്റെ സിറ്റൗട്ടിലാണ് ഇയാൾ പുറത്താണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് 5 ലിറ്റർ പെട്രോളും നേരത്തെ കരുതിയിരുന്നു. അതാണ് വീട്ടിൽ കതവിൽ ഒഴിച്ചതിന് ശേഷം കത്തിച്ചത്. എന്തായാലും വലിയ ഒരു അപകടത്തിൽ നിന്നും, അതായത് ഇവരുടെ നിലവിളി കേട്ടാണ്. കാരണം വീടിന്റെ പഴയ വീടാണ്, വീടിന്റെ മുകൾ ഭാഗം ഈ പലക നിരത്തിലുള്ള വീടാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ കത്തുകയും ചെയ്തു. അയൽവാസികൾ ഓടിക്കൂടിയാണ്, ഈ നിലവിളി കേട്ട് കൂടിയാണ് ഇവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ആശുപത്രിയിൽ എത്തിക്കുന്നത്. എന്തായാലും 40% പൊള്ളലേറ്റെന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ 2 പേരെയും മക്കളെയും, അതായത് രജനിയെയും മക്കള് പ്രണവ്, പ്രവീണ എന്ന് പറയുന്ന മക്കളെയും ഒന്നിച്ച് കൊലപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം എന്നതാണ് നമുക്ക് അറിയാൻ കഴിയേണ്ടത്. എങ്ങനെയുണ്ട് ഇവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? 3 പേരും താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ നാട്ടുകാർ ഓടിക്കൂടി എത്തിയില്ലായിരുന്നെങ്കിൽ വലിയ ഒരു ദുരന്തം തന്നെ അവിടെ സംഭവിക്കുമായിരുന്നു. അതിനുശേഷം, അതായത് തീപിടുത്തത്തിന് ശേഷം പ്രതി രക്ഷപ്പെട്ടു. നാട്ടുകാരിടപെട്ടാണോ ഈ 3 പേരെയും ആശുപത്രിയിൽ എത്തിച്ചത്? ടോം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ കൃത്യമായ കൃത്യം നിർവഹിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഈ പ്രതിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കരുതിക്കൂട്ടി, ഒരു മുൻകൂട്ടി തന്നെ ഭാര്യയെ കൊലപ്പെടുത്തണം, മക്കളെയും കൊലപ്പെടുത്തണം എന്നുള്ള ധാരണ തന്നെയാണ് ഇതിനകത്തുണ്ടായിരുന്നത്. എന്തായാലും അങ്ങനെ തന്നെയാണ് ഈ കൊലപാതകത്തിന് പുള്ളി പ്രതി ആസൂത്രണം ചെയ്ത് അത്തരത്തിലാണ് വീട്ടിൽ നേരത്തെ കരുതിയ പെട്രോളുമായി എത്തിയത്. നേരത്തെയും ഇത് സമാനമായ രീതിയിൽ പല സംശയത്തിന്റെ പേരിൽ വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഈ മർദ്ദനം ഉണ്ടാവുകയും ചെയ്തതായിട്ടുള്ള അയൽവാസികൾ പറയുന്നുണ്ട്. പോലീസും അത്തരത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ആ തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ഭാര്യ രജനിയെ ഇല്ലാതാക്കാൻ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം പ്രതിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് രാത്രി വരെ ഈ സിറ്റൗട്ടിൽ ഇരുന്നതിന് ശേഷം ഇത്തരം ഒരു കൃത്യത്തിലേക്ക് ഈ പ്രതി കടന്നത്. പിന്നീട് ആരും ഒരു പക്ഷേ സംശയിക്കില്ല എന്നുള്ള രീതിയിലാണ് അവിടുന്ന് രക്ഷപ്പെടാൻ ഉള്ള ശ്രമം നടത്തിയത്. ഈ വീട്ടുകാരുടെ നിലവിളി കേട്ടതിന് ശേഷമാണ് അയൽവാസികൾ ഓടിക്കൂടിയാണ് രക്ഷപ്പെടുന്നത്. ഒരു പക്ഷേ അങ്ങനെ രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഈ കുടുംബം ഒന്നാകെ പൂർണ്ണമായി ഈ വീടിന് കത്തി
നശിക്കുമായിരുന്നു. ഒപ്പം ഈ ഇവരുടെ മരണവും അങ്ങനെ സംഭവിക്കുമായിരുന്നു. എന്തായാലും നാട്ടുകാരുടെ സമയോചിതമായ ഒരു ഇടപെടലാണ് ഈ കുടുംബം രക്ഷപ്പെടാനുള്ള കാര്യം. എന്തായാലും 40% പൊള്ളലാണുള്ളത്. പ്രതി അതിനുശേഷം അവിടുന്ന് കിലോമീറ്ററുകളോളം നടന്ന് പൂങ്കാവിൽ വെച്ചാണ് പ്രതി അറസ്റ്റ് ചെയ്ത്. അവിടുന്ന് രാത്രി തന്നെ പ്രതി അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയുണ്ടായി. അതിനുശേഷമാണ് അറസ്റ്റ് ചെയ്തത്. എന്തായാലും പ്രതിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. ഭാര്യയിലുള്ള സംശയമാണ് കൊലപാതകത്തിനുള്ള ശ്രമത്തിന് കാരണമെന്ന് ചോദ്യം ചെയ്തതിൽ പ്രതി സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പൊള്ളലേറ്റ 40% പൊള്ളലേറ്റ രജനിയും വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയില് ഭാര്യയോടുള്ള സംശയത്തെ തുടർന്ന് ഭർത്താവ് വീടിന് തീവെക്കുകയായിരുന്നു. ഭാര്യയും 2 മക്കളും ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.